Hello everyone, welcome to Engineering ABCD. Welcome to our new series of lectures on engineering mechanics. In this course, we will be covering engineering mechanics from a broader perspective, especially covering all the aspects of the subject from KTU's point of view. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് മെക്കാനിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. സോ ഈ മൂന്ന് ടോപ്പിക്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ളതാണ്. സോ അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്നത് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ ബോഡി ഓർ എ സീരീസ് ഓഫ് ബോഡീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ബോഡി ഉണ്ട്, ഒരു പേനയാണ്. ഈ പേനയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം ഈ ബോഡിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്, അതിൻ്റെ സ്റ്റഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്കാനിക്സിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടാവും, അതായത് ഈ മെക്കാനിക്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ്. സോ അപ്പോൾ മെക്കാനിക്സ് നമുക്ക് ബ്രോഡ്ലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ബോഡി ഓൺ വിച്ച് ദി ഫോഴ്സ് ആക്ട്. ബോഡി എടുക്കുകയാണ്, ഈ ബോഡിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്ന ഈ ബോഡി ഒന്നുകിൽ റിജിഡ് ബോഡി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഡീഫോമബിൾ ബോഡി ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോഡി എന്തായിരിക്കാം, ഒരു ഫ്ലൂയിഡ് ആയിരിക്കാം. സപ്പോസ് ഇറ്റ് ഈസ് എ റിജിഡ് ബോഡി, അതായത് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഈ ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡീനെ പറയുന്ന പേരാണ് റിജിഡ് ബോഡി. അപ്പോൾ റിജിഡ് ബോഡിയിൽ ഉള്ള സ്റ്റഡീനെ ഞാൻ എന്തെന്ന് പറയും, റിജിഡ് ബോഡി മെക്കാനിക്സ് എന്ന് പറയും. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് എ ഡീഫോമബിൾ ബോഡി, അതായത് ഒരു റബ്ബർ ബാൻഡ് എടുക്കാൻ, റബ്ബർ ബാൻഡിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ആകും. അപ്പോൾ അതൊരു ഡീഫോമബിൾ ബോഡിയാണ്. അപ്പോൾ ഡീഫോമബിൾ ബോഡിയിലുള്ള മെക്കാനിക്സിനെ ഞാൻ എന്തെന്ന് പറയണം, ഡീഫോമബിൾ ബോഡി മെക്കാനിക്സ് എന്ന് പറയണം. ഇനി സപ്പോസ് ഇഫ് ഐ എം ഗോയിങ് ടു സ്റ്റഡി ദി എഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓൺ എ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗേഷ്യസ് സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഫ്ലൂയിഡിലാണ് ഞാൻ ഫോഴ്സിൻ്റെ എഫക്റ്റ് സ്റ്റഡി ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷനാണ്, അത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയും. സോ അപ്പോൾ അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് ബോഡി ഓൺ വിച്ച് ഫോഴ്സ് ആക്ട്സ്, അതിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിജിഡ് ബോഡി മെക്കാനിക്സ്, രണ്ടാമത്തത് ഡീഫോമബിൾ ബോഡി മെക്കാനിക്സ്, മൂന്നാമത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത് തേർഡ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും പഠിക്കുന്നതാണ്. ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കോഴ്സിൽ റിജിഡ് ബോഡി മെക്കാനിക്സ് മാത്രമേ പഠിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു ബോഡി ഉണ്ട്, ഈ ബോഡിയിൽ ഞാൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോഴ്സ് കാരണം ഈ ബോഡി, വെദർ ദിസ് ബോഡി വാസ് സെറ്റ് ഇൻ ടു മോഷൻ ഓർ നോട്ട്, അതായത് ഈ ഫോഴ്സ് കാരണം ഈ ബോഡിക്ക് എന്ത് സംഭവിച്ചു, ഈ ബോഡി അങ്ങനെ തന്നെ നിൽക്കുകയാണോ അതോ ആ ബോഡിക്ക് മൂവ്മെൻറ്റ് സംഭവിച്ചോ, അങ്ങനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരെണ്ണത്തിന് ഞാൻ ഈ ഫോഴ്സ് കാരണം ഈ ബോഡി നീങ്ങുന്നില്ല, ഈ ബോഡി സ്റ്റാറ്റിക് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിക്സ് എന്ന് പറയും. ആ സ്റ്റഡീനെ എന്തെന്ന് പറയും, സ്റ്റാറ്റിക്സ് എന്ന് പറയും. രണ്ടാമത്തത്, ഞാൻ ഈ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഈ ബോഡി മൂവ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്റ്റഡി ഓഫ് ബോഡി അണ്ടർ മോഷൻ, അതിനെനിക്ക് എന്തെന്ന് പറയാം, ഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് ബോഡീസ് അണ്ടർ റെസ്റ്റ് അതിനെന്തെന്ന് പറയണം, സ്റ്റാറ്റിക്സ് എന്നും, സ്റ്റഡി ഓഫ് ബോഡീസ് അണ്ടർ മോഷൻ എന്തെന്ന് പറയണം, ഡൈനാമിക്സ് എന്നും പറയണം. ഇനി ഡൈനാമിക്സിൽ രണ്ട് കേസസ് ഉണ്ട്, ഒരെണ്ണം കൈനമാറ്റിക്സും ഒരെണ്ണം കൈനറ്റിക്സും. ഇപ്പം ഞാൻ ഒരു ഫോഴ്സ് കൊടുത്തത് കാരണമാണ് ഈ ബോഡി നീങ്ങിയത്. അപ്പോൾ ഈ ഫോഴ്സിന് ഈ മോഷന് കാരണമായത് ആരാണോ അവരെ പറ്റി സ്റ്റഡി ചെയ്യാതെ മോഷനെ മാത്രം സ്റ്റഡി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കൈനമാറ്റിക്സ് എന്ന് പറയും. ഇഫ് യു ഡു നോട്ട് കൺസിഡർ ദി കോസ് ഓഫ് മോഷൻ ദെൻ ദിസ് ബ്രാഞ്ച് ഈസ് കോൾഡ് ആസ് കൈനമാറ്റിക്സ്. ആൻഡ് ഇഫ് യു ഡു കൺസിഡർ, അതായത് നമ്മൾ കോസ് ഓഫ് മോഷനെയും കൂടെ കൺസിഡർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയണം, കൈനറ്റിക്സ് എന്നും പറയണം. സോ അപ്പോൾ നമ്മൾ മൊത്തം എത്ര ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ടൈപ്പ് ഓഫ് ബോഡി മൂന്നെണ്ണം, റിജിഡ് ബോഡി മെക്കാനിക്സ്, ഡീഫോമബിൾ ബോഡി മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്. ആൻഡ് ടൈപ്പ് ഓഫ് മോഷൻ സ്റ്റാറ്റിക്സും ഡൈനാമിക്സും. ഡൈനാമിക്സിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ, കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക്
പഠിക്കാൻ പോകുന്നതാണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അസെപ്ഷൻസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന കാര്യങ്ങൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനാണ്. അതായത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ. പിന്നെ വരുന്ന ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പിന്നെ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ കാര്യമായിരിക്കും നിങ്ങൾ കേട്ടിട്ടില്ലാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാം. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, അതിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആൻഡ് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണ്? എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ എ അൺബാലൻസ്ഡ് ഫോഴ്സ്. അതായത് ഒരു ബോഡി ഉണ്ട്, ഈ ബോഡി ഇവ റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിൽ തന്നെ ആയിരിക്കും എപ്പോൾ വരെ? അൺലെസ് ഇറ്റ് ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഞാനൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിലുള്ള ബോഡി അതിൻ്റെ സ്റ്റേറ്റ് മാറി എന്തിലാവും? മോഷനിലാവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഫോഴ്സ് രണ്ടറ്റത്തിൽ കൂടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അപ്ലൈ ചെയ്താൽ ഇതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കുമോ? അല്ല. കാരണം എന്താണ്? ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്താൽ മാത്രമേ ഇതിനെ ഈ സ്റ്റേറ്റിൽ നിന്ന് മാറ്റി വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ആക്ട്സ് ഇൻ എ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. സപ്പോസ് മൊമെൻറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെയാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു ഫുട്ബോൾ ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഈ ഫുട്ബോൾ ഇങ്ങനെ ഉരുണ്ട് വരികയാണ്. അപ്പോൾ ഫുട്ബോളിന് ഒരു മാസ് ഉണ്ട്, ഫുട്ബോൾ ഉരുണ്ട് വരുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഫുട്ബോൾ ക്യാരി ചെയ്യുന്ന ഒരു മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ഫുട്ബോൾ ഒരു മൊമെൻറ്റം ക്യാരി ചെയ്തുകൊണ്ട് ഉരുണ്ട് വരികയാണ്. അപ്പോൾ ഈ ഉരുണ്ട് വരുന്ന ഫുട്ബോളിൻ്റെ മൊമെൻറ്റം എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ട് ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ മൊമെൻറ്റം ചേഞ്ച് ആവും. ഓക്കെ, എത്രമാത്രം ചേഞ്ച് ആവും? ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എത്ര കൂടുതലാണോ അത്രയും കൂടുതലായിരിക്കും ആ മൊമെൻറ്റം ചേഞ്ച്. ആ മൊമെൻറ്റം ചേഞ്ച് ഏത് ഡയറക്ഷനിലായിരിക്കും? ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. അതാണ് ആ സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ പറയുന്നത്. ഇനി തേർഡ് ലോ, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തേർഡ് ലോ എന്ന് പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റിയാക്ഷൻ. അതായത് ഞാനൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു ആക്ഷൻ, ഈ ബോഡി തിരിച്ച് ഈ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ഒരു റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ വിൽ ബി ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റിയാക്ഷൻ. ഇനി വരുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് എവറി ബോഡി അട്രാക്ട്സ് another body with a force which is equal to F equal to G m1 m2 divided by r square. അതായത് ഒരു മാസ് ഉണ്ട് m1, രണ്ടാമത്തെ ഒരു മാസ് ഉണ്ട് m2. ഈ ഫസ്റ്റ് m1 മാസുള്ള ബോഡി രണ്ടാമത്തെ m2 മാസുള്ള ബോഡിയെ അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് that will be directly proportional to the product of the two masses m1 and m2. അതായത് F is directly proportional to m1 into m2 and ഇതേ ഫോഴ്സ് is inversely proportional to the square of distance between the two masses. അതാണ് കാണിച്ചിരിക്കുന്നത് F inversely proportional to r square. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് പ്രൊപ്പോർഷണാലിറ്റി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, G ഇൻറ്റു m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതിൽ G എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, സോ F ഈക്വൽ ടു G m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. അപ്പോൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഞാനൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ. ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്നത് ഒരു 100 ന്യൂട്ടൺ ഫോഴ്സാണ്. ഈ 100 ന്യൂട്ടൺ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 100 ന്യൂട്ടൺ ഫോഴ്സ് കാരണം, ഈ 100 ന്യൂട്ടൺ ഫോഴ്സ് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കാരണം ആ ബോഡിയിൽ ഒരു എഫക്റ്റ് ഉണ്ട്. സെയിം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 100 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ടല്ലോ, ആ 100 ന്യൂട്ടൺ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എവിടെ വേണമെങ്കിലും എനിക്ക് ഈ 100 ന്യൂട്ടൺ ഫോഴ്സിനെ കൊണ്ട് വെച്ചാലും
എനിക്ക് നേരത്തെ കിട്ടിയ അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും ഇപ്പോഴും കിട്ടാൻ പോകുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ് പറയുന്നത് എന്താണ്? ദ ഫോഴ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് അലോങ് ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി സെയിം ഫോഴ്സ് സോ ദാറ്റ് ദ എഫക്റ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, ഈ ഒരു ലോ അല്ലെങ്കിൽ ഈ ഒരു തിയറം എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു തിയറമാണ്. ഇതാണ് ലോ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സ്. പല ഇക്വേഷൻസിലും പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും നമുക്ക് ഈ ഒരു ലോ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അസംഷൻസ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി എ റിജിഡ് ബോഡി. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിനാൽ ആ ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല. ദ ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി എ റിജിഡ് ബോഡി. നെക്സ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി എ പാർട്ടിക്കിൾ. അതായത് ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഒരു കാറുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എ കാർ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 40 km/h. അതായത് ഈ കാർ 40 km/h മൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആണോ അതോ വീലാണോ അതോ ടെയിൽ ലൈറ്റ് ആണോ 40 km/h മൂവ് ചെയ്യുന്നത്? അല്ല. കാർ ആസ് എ ഹോൾ, നമ്മൾ കാറിന് സപ്പോസ് ഒരു 400 kg വെയിറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. ഈ 400 kg വെയിറ്റും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലായിരിക്കും. ആ സെൻറ്റർ ഓഫ് മാസ് ആണ്, ഇതായിരുന്നു കാറ്, ആ കാറിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ആക്കി. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ എത്രയായിരിക്കും വെയിറ്റ്? 400 kg ആയിരിക്കും. ആ 400 kg ആയിട്ടുള്ള ആ സെൻറ്റർ ഓഫ് മാസ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ഈ 40 km/h മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് 2 കാർ കൊളൈഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? 2 കാറിൻ്റെയും റീപ്ലേസ് ചെയ്ത് 2 പാർട്ടിക്കിളാക്കി. ആ പാർട്ടിക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്? ആ കാറിൻ്റെ സെൻറ്റർ ഓഫ് മാസിനെയാണ്. അപ്പോൾ ആ 2 സെൻറ്റർ ഓഫ് മാസുകളാണ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാർട്ടിക്കിൾ അസംഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പോയിന്റ് ലോഡ്. ദ ലോഡ് ഈസ് കൺസിഡേർഡ് ടു ബി പോയിന്റ് ലോഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് പാർട്ടിക്കിൾ അസംഷൻ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു അസംഷനാണ്. അപ്പോൾ പാർട്ടിക്കിൾ അസംഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് ലോഡ് അസംഷനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ കാറുണ്ട്. ഇപ്പോൾ കാർ ഒരു റോഡിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കാറിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞായിരുന്നു 400 kg ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഈ പോർഷൻ എല്ലാ പോർഷനും താഴോട്ടേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പോയിന്റ് ലോഡ് അസംഷനിൽ എന്താ പറയുന്നത്? ഈ കാറിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ഒരു 400 kg താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ കൂടെ മാത്രം താഴോട്ട് ഒരു പോയിന്റ് ആയിട്ട് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അതാണ് പോയിന്റ് ലോഡ് അസംഷൻ. അപ്പോൾ നമ്മൾ 3 അസംഷൻസ് പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് റിജിഡ് ബോഡി അസംഷൻ, സെക്കൻഡ് വൺ ഈസ് പാർട്ടിക്കിൾ അസംഷൻ, തേർഡ് വൺ ഈസ് പോയിന്റ് ലോഡ് അസംഷൻ. ഓക്കെ, അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫസ്റ്റ് ഇയർ കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിജിഡ് ബോഡി മെക്കാനിക്സ് ആയിരിക്കും പഠിക്കുന്നത്, പ്ലസ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഇത്രയും പോർഷൻസ് ആയിരിക്കും നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഈ ചാനൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ നമസ്കാരം.